നല്ല നാടൻ കോഴിമുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് ഈ കോഴിമുട്ട ഉച്ചക്കലേക്ക് ഒരു കറിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ട കഴുകി വൃത്തിയാക്കിയതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒറ്റൊരു വിസിലടിച്ച് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പച്ചമാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പൊടികൾക്കായിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി, അങ്ങനെ 3 പൊടികളാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കണത് കേട്ടോ. അങ്ങനെ ആ പൊടികളൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അധികം ആവരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 1-2 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചതച്ചതും നമ്മുടെ പച്ചമാങ്ങ അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലോണം കറിവേപ്പിലയും അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മാങ്ങ വേവുന്ന ഒരു പാകം വരെ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മതിയാവും മാങ്ങ വെന്ത് വരാൻ. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നാളികേരം നല്ലോണം അരച്ച് പാല് പിഴിഞ്ഞെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട തൊലിയൊക്കെ കളഞ്ഞ് 2 പീസാക്കി മുറിച്ചെടുക്കുകയാണ്. അത് ഓരോന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിൽ നല്ലോണം ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മൂപ്പിച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി അത് എല്ലായിടത്തേക്കും ആവാൻ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ മുട്ടയുടെയും മാങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് എന്താ പറയുക മിക്സായി വന്നിട്ട് ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഉഷാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിരുക്കുട്ടിനെ കൊടുക്കുകയാണ്. വിരുക്കുട്ടിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്.